ജയിലിലെ തടവുകാരനാകുന്നെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ തടവുകാരനാകണം. ഭരിക്കുന്ന പാർട്ടിയിൽപ്പെട്ട തടവുകാരനായാൽ ജയിലിൽ സുഖമാണ്. ജയിലിലെ തടവുകാരുടെ സുഖ സൗകര്യങ്ങൾ കേട്ടാൽ ഒന്ന് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല എന്ന് തോന്നും. അത്രമാത്രം മനോഹരമാണ് അവിടുത്തെ കാര്യങ്ങൾ. ശിക്ഷായിടം എന്നതിലുപരി രാഷ്ട്രീയക്കാരായ തടവുകാരുടെ സുഖവാസ കേന്ദ്രമായി മാറുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് മനസ്സിലാക്കണം ഈ വിവരങ്ങൾ ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ. ജയിലിൽ സാധാരണ വിളമ്പുന്ന ഭക്ഷണത്തിന് പുറമെ സ്പെഷ്യൽ ഭക്ഷണം ഇവർക്ക് തന്നെ ഉണ്ടാക്കാം. തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമാണ് തടവുകാർക്ക് മീൻ കറി വിളമ്പാറുള്ളത്. എന്നാൽ രാഷ്ട്രീയ തടവുകാർക്ക് അങ്ങനെയൊന്നുമില്ല. പ്രത്യേകമായി മിക്ക ദിവസവും പുറത്തുനിന്ന് ബക്കറ്റിൽ മീൻ എത്തിച്ചു കൊടുക്കും. ഇവർ ഇത് അനധികൃത പാചകപ്പുരയിൽ വെച്ച് കറി വെച്ചോ പൊരിച്ചോ ഒക്കെ ഇഷ്ടം പോലെ കഴിക്കാം. 1, 2, 4, 6, 7 ബ്ലോക്കുകളിലാണ് രാഷ്ട്രീയ പ്രവർത്തകരായ തടവുകാരെ പാർപ്പിച്ചിട്ടുള്ളത്. അത്രേ ബ്ലോക്കുകൾക്കും ജയിലിലെ വാട്ടർ ടാങ്കിന് സമീപത്താണ് പാചകപ്പുര ഒരുക്കിയിട്ടുള്ളത്. ഇവിടങ്ങളിൽ ജയിൽ ജീവനക്കാർ പോലും പോകാറില്ല. പ്രത്യേക ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായ മസാലപ്പൊടികൾ, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, എണ്ണ തുടങ്ങിയവ ജയിൽ അടുക്കളയിൽ നിന്ന് തന്നെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടികളിൽപ്പെട്ട തടവുകാർക്ക് പ്രത്യേക പരിഗണന എല്ലാ കാര്യത്തിലും ലഭിക്കുന്നുണ്ടെന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവർ തന്നെ വെളിപ്പെടുത്താറുമുണ്ട്. ഉദ്യോഗസ്ഥർ പലപ്പോഴും നിസ്സഹായ അവസ്ഥയിലുമാണ്. ജയിൽ നിയമങ്ങളും വ്യവസ്ഥകളും ഒന്നും ഇവർക്ക് ബാധകമല്ല. രാഷ്ട്രീയ തടവുകാർ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാർ ഇവിടെ ഉണ്ടത്രേ. 7:30 പ്രഭാത ഭക്ഷണം വിളമ്പും. അതിനുശേഷമാണ് തടവുകാരെ ജോലിക്ക് വിടുന്നത്. 11:30 തിരിച്ച് സെല്ലിലെത്തിക്കും. 12:30 ഉച്ച ഊണ് നൽകും. 3:30 ചായ, വൈകിട്ട് 5 അത്താഴം. ഇതോടെ സെൽ പൂട്ടി താക്കോൽ സൂപ്രണ്ടിന് കൈമാറണം. അത്താഴം വാങ്ങി സെല്ലിൽ സൂക്ഷിച്ച് പലരും രാത്രി 8 കഴിക്കുന്നത്. അടിയന്തര ഘട്ടമൊഴികെ പിന്നീട് സെൽ തുറക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ സഖാക്കന്മാർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കാൻ പോലീസുകാർ മത്സരിക്കുകയാണെന്ന് പറയേണ്ടി വരും. കഞ്ചാവ് വലിക്കാൻ ചരക്ക് ഓട്ടോറിക്ഷയിൽ എത്തും, അതും പോലീസുകാരുടെ സുരക്ഷാ സന്നാഹങ്ങളോടെ. പിന്നെ സ്മാർട്ട് ഫോൺ ഇഷ്ടം പോലെ ഉപയോഗിക്കാം. ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അതിനും പോലീസ് ഏമാന്മാർ സൗകര്യമൊരുക്കും. ജയിലിനകത്ത് സ്മാർട്ട് TV ഉണ്ട്, അതിൽ നിന്ന് ചാർജ് ചെയ്യാം. ഇതെല്ലാം എല്ലാവർക്കും കൊടുക്കും എന്ന് മാത്രം ആരും വിചാരിക്കരുത്. അങ്ങനെ കൊടുക്കാൻ എല്ലാവരും നാട്ടുകാരനായ മുഖ്യമന്ത്രിയുടെ ആളുകളല്ലല്ലോ എന്നാണ് പൊതുജന സംസാരം. സഖാക്കന്മാർക്കേ ഉള്ളൂ ഇത്തരം സൗകര്യങ്ങൾ. ആരും കാണാതെ കഞ്ചാവ് വലിക്കാനും ഫോൺ ചെയ്യാനും കൊതുക് വല കെട്ടി അതിനു മീതെ തുണി വിരിച്ചു കൊടുക്കാനും ഒക്കെ ഏമാന്മാരുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സംഗതിയാണ്. അമരത്ത് ആരാണെന്ന് പറയണ്ടല്ലോ എന്ന് പൊതുസമൂഹത്തിൽ അഭിപ്രായം ഉയരുകയാണ്. ശരിക്കും CPM തടവുകാർ ജയിലിൽ സുഖിച്ച് തന്നെ ജീവിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഓട്ടോറിക്ഷയിൽ കിലോ കണക്കിന് കഞ്ചാവുമായി സഖാക്കന്മാരായ തടവുകാർ എത്താറുണ്ട്. കണ്ണൂരിൽ എന്തും നടക്കും. കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം സ്ഥലമാണ് എന്നത് തന്നെ. അവിടെ എന്തും നടത്താം എന്ന ധാർഷ്ട്യം ഈ സഖാക്കന്മാർക്കുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സെൻട്രൽ ജയിലിനകത്ത് എത്തിയ സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്ക് തെളിവാണ്. CPMകാരായ തടവുകാരും കാപ്പ പ്രകാരം തടവിലാക്കപ്പെട്ട ഗുണ്ടകളുമാണ് ഇപ്പോൾ സെൻട്രൽ ജയിൽ ഭരിക്കുന്നത് എന്നതാണ് മറ്റൊരു സൂചന. തടവുകാർക്ക് ഒത്താശ നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളർത്തുകയാണ് നമ്മുടെ ജയിലുകൾ. തടവുകാർക്കായി ഉദ്യോഗസ്ഥന്റെ സിഗരറ്റ് കടത്ത് തടഞ്ഞ ജോയിന്റ് സൂപ്രണ്ടിന് ഭീഷണി നൽകിയിരുന്നു. തടവിലിരുന്നാലും സുഖത്തിനും ശീലങ്ങൾക്കും ഒരു കുറവും വരുത്താൻ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ തടവുകാർ തയ്യാറല്ല എന്നതാണ് വാസ്തവം. പണ്ടുള്ളവർ പറയാറുണ്ട്, കൊണ്ടാടാൻ ഉണ്ടെങ്കിൽ കുഴഞ്ഞാടുമെന്ന്. അതായത് ഒരുക്കി കൊടുക്കാൻ ആളുണ്ടെങ്കിൽ ആസ്വദിക്കാനും ആളുണ്ടാകും. ജയിലുകളിൽ ഒരുപാട് തവണ ഇത്തരത്തിലുള്ള അനധികൃത ഏർപ്പാടുകൾ നടക്കുന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. അതിന് CPMകാരായ പോലീസുകാരുടെ ഒത്താശയും പിന്തുണയും ലഭിക്കുന്നു എന്നതിന്റെ വാർത്തകളും പുറത്തു വന്നിട്ടും അത് തുടരാനല്ലാതെ അത്തരക്കാർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ പരിപാടികൾ വീണ്ടും വെച്ചു പുലർത്തുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.